നമസ്കാരം. ജൂണിൽ നടന്ന എയർ ഇന്ത്യ വിമാനാപകടത്തിൽ പൈലറ്റുമാരുടെ വീഴ്ചയോ സ്വയം സാബോറ്റാജോ കാരണവുമായെന്ന ആരോപണങ്ങളെ തള്ളി മരിച്ചവരുടെ കുടുംബങ്ങളുടെ അഭിഭാഷകൻ. തെളിവുകളില്ലാതെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മരിച്ചവരെ അപമാനിക്കുന്നതാണെന്നും 100-ലധികം കുടുംബങ്ങൾക്കായി ബോയിങ്ങിനെതിരെ കേസ് തയ്യാറാക്കുന്ന അഭിഭാഷകൻ മൈക്ക് ആൻഡ്രൂസ് പറഞ്ഞു. ജൂൺ 12-ന് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ബോയിങ് 7878 ഡ്രീംലൈനർ വിമാനം പറന്നുയരുന്നതിന് 2 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അടുത്തുള്ള മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ ഇടിച്ചാണ് ദുരന്തം ഉണ്ടാകുന്നത്. 229 യാത്രക്കാരും 12 ജീവനക്കാരും നിലത്തുണ്ടായിരുന്ന 19 പേരും മരിച്ചു. 52 ബ്രിട്ടീഷ് പൗരന്മാരും മരിച്ചിരുന്നു. ലെസ്റ്റർ സ്വദേശി വിശ്വേഷ് കുമാർ രമേശ് മാത്രമാണ് ജീവനോടെ എത്തിയത്. ഡ്രീംലൈനറിനെ സംബന്ധിച്ച് മുൻപും സാങ്കേതിക പ്രശ്നങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് വിമാനത്തിനുള്ളിലെ കുടിവെള്ള സംവിധാനം ചോർന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് സമീപം വെള്ളം എത്താനുള്ള അപകടമുണ്ടെന്നും ആൻഡ്രൂസ് പറഞ്ഞു. 2016 മുതൽ USFAA നൽകിയ മുന്നറിയിപ്പുകളും ബോയിങ് സർവീസ് ബുള്ളറ്റിനുകളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വാട്ടർ ലൈനുകളുടെ ജോയിന്റുകൾ ശരിയായി അടയ്ക്കാതിരുന്നാൽ വെള്ളം ചോർന്ന് വിമാനത്തിന്റെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ബേയിലേക്ക് എത്താം. അവിടെ വിമാനത്തിന്റെ പ്രധാന കമ്പ്യൂട്ടർ സംവിധാനങ്ങളാണുള്ളത്. വെള്ളം ഇവിടെ എത്തിയാൽ നേരിട്ട് ഉപകരണം നശിപ്പിക്കാതെ തന്നെ റീസെറ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുവഴി എഞ്ചിൻ അടിച്ചു പോകും. ആൻഡ്രൂസ് ഇങ്ങനെയാണ് പറഞ്ഞത്. അഹമ്മദാബാദിൽ 2 എഞ്ചിനുകളും ഒരേ സമയം ശക്തി നഷ്ടപ്പെട്ടത് വെള്ളം ചോർച്ച എന്നതാണ് ഏറ്റവും യുക്തിയുക്തമായ വിശദീകരണമെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. അപകടത്തിന് 6 ദിവസം മുൻപാണ് FAA ഇത്തരം വെള്ളച്ചോർച്ചയെക്കുറിച്ച് നിർബന്ധ പരിശോധനാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. പൈലറ്റുകൾ തന്നെ ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. കോക്പിറ്റ് വോയിസ് റെക്കോർഡിംഗിൽ ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് നിങ്ങൾ എന്തിനാണ് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. മറുപടി നൽകിയ പൈലറ്റ് അത് താൻ ചെയ്തിട്ടില്ലെന്നും പറയുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതാണ് പൈലറ്റുകളുടെ തെറ്റോ സ്വയം സാബോറ്റാജോ കാരണമായെന്ന ആശങ്കയ്ക്ക് വഴിവെച്ചത്. ആൻഡ്രൂസ് ഇതിൽ നിന്നും വേഗത്തിൽ നിഗമനത്തിൽ എത്തുന്നത് തെറ്റാണെന്ന് മുന്നറിയിപ്പ് നൽകി. പൂർണ്ണമായ വിവരങ്ങളില്ലാതെ പൈലറ്റുകളെ കുറ്റപ്പെടുത്തുന്നത് അവരുടെ കുടുംബങ്ങൾക്ക് വേദനാജനകമാണ്. ഞങ്ങൾ പറയുന്നത് മുഴുവൻ തെളിവും പുറത്തു വരുന്നതുവരെ കാത്തിരിക്കണം എന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട 4 പ്രധാന സാങ്കേതിക വിദഗ്ധർ തന്റെ സംഘത്തെ സമീപിച്ചിട്ടുണ്ടെന്നും ഇവർ വിമാന വ്യവസായത്തിലെ വിവിധ തലങ്ങളിൽ നിന്നുള്ളവരാണെന്നും ആൻഡ്രൂസ് വ്യക്തമാക്കി. അമേരിക്കയിൽ നിന്ന് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡ് വിവരങ്ങൾ ലഭിക്കാൻ അപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട്. അത്ഭുതകരമായ രക്ഷപ്പെട്ട വിശ്വേഷ് കുമാറിന്റെ മൊഴിയും ശ്രദ്ധേയമാണ്. ടേക്ക് ഓഫ് ചെയ്തതിന് പിന്നാലെ വിമാനത്തിനുള്ളിലെ ലൈറ്റുകൾ പച്ചയും വെളുപ്പും മാറി മാറി തെളിഞ്ഞതായും ഉടൻ തന്നെ വിമാനം നിയന്ത്രണം വിട്ട് കെട്ടിടത്തിൽ ഇടിച്ചു വീണതായും അദ്ദേഹം പറഞ്ഞു. യാത്രക്കാരുടെ വിവരങ്ങളും റാം എയർ ടർബൈൻ എന്തുകൊണ്ട് പ്രവർത്തിച്ചു തുടങ്ങിയ കാര്യങ്ങളും ലഭിച്ചാൽ യഥാർത്ഥ കാരണം മനസ്സിലാക്കാൻ കഴിയുമെന്നും ആൻഡ്രൂസ് പറഞ്ഞു. കുടുംബങ്ങൾക്ക് സത്യാവസ്ഥ അറിയാനും ഇത്തരം അപകടം വീണ്ടും ആവർത്തിക്കാതിരിക്കാനും വേണ്ടിയാണ് നിയമ പോരാട്ടം. ചിലർക്ക് നഷ്ടപരിഹാരവും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വിമാന നിർമ്മാതാക്കളെ കുറ്റം ഒഴിവാക്കാൻ അനുവദിക്കരുത്. വിമാനം വിറ്റത് ബോയിങ് ആണെങ്കിൽ ഡിസൈൻ പിഴവുകൾക്ക് ഉത്തരവാദിത്വം ബോയിങ്ങിനാണ്. സുരക്ഷാ മേൽനോട്ടവും സർട്ടിഫിക്കേഷനും കാര്യക്ഷമമായിരുന്നു എന്നും പരിശോധിക്കേണ്ടതുണ്ടെന്നും ആൻഡ്രൂസ് പറയുന്നു.